ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സുരക്ഷിതവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ സിലിക്കോൺ റബ്ബർ കിച്ചൺ വെയറുകൾ നിർമ്മിക്കുന്ന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നാം അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് അന്തിമ ഉൽപ്പന്നത്തിലേക്ക് മുഴുവൻ പ്രക്രിയയിലൂടെ കടന്നുപോകും. സിലിക്കോൺ റബ്ബർ ഉപയോഗിച്ചുള്ള കിച്ചൺ വെയർ നിർമ്മാണത്തിന് പലതരം അഡിറ്റീവുകൾ ഉപയോഗിക്കുന്നു. ഫോർമുലേഷനിൽ പ്രാഥമിക ഘടകം പോളി ഡൈമീഥൈൽ സിലോക്സൈൻ PDMS ആണ്. ഇത് അതിന്റെ തിളക്കവും ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് അഥവാ താപസ്ഥിരതയും കൊണ്ട് അറിയപ്പെടുന്നു. PDMS കൂടാതെ കിച്ചൺ വെയറുകളുടെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ വിവിധ അഡിറ്റീവുകൾ ഉപയോഗിക്കുന്നു. ടേബിൾ 1 ശ്രദ്ധിക്കുക. സിലിക്കോൺ റബ്ബർ കിച്ചൺ വെയർ ഫോർമുലേഷനിൽ സിലിക്കോൺ റബ്ബർ കൂടാതെ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. ഫ്യൂംഡ് സിലിക്ക സിലിക്കൺ റബ്ബറിനെ ശക്തിപ്പെടുത്തി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മെച്ചപ്പെടുത്തുന്നു. 2,4-ഡൈക്ലോറോ ബെൻസോയിൽ പെറോക്സൈഡ് ഉയർന്ന താപനിലയിൽ വൾക്കനൈസേഷനായി ക്രോസ് ലിങ്കിങ് ഏജന്റായി പ്രവർത്തിക്കുന്നു. സിലിക്കോൺ ഓയിലുകൾ പ്ലാസ്റ്റിസൈസറുകളായി പ്രവർത്തിക്കുന്നു. സിലിക്കോൺ കോമ്പൗണ്ടിന്റെ സോഫ്റ്റ്നെസ് വർദ്ധിപ്പിക്കുന്നു. അയൺ ഓക്സൈഡ് സിലിക്കോൺ റബ്ബർ പ്രൊഡക്റ്റിന് താപസ്ഥിരത നൽകുന്നു. അലുമിന ട്രൈഹൈഡ്രേറ്റ് സിലിക്കോൺ റബ്ബർ പ്രൊഡക്റ്റുകൾക്ക് ഫ്ലെയിം റിട്ടാർഡൻസി നൽകുന്നു, അതായത് ജ്വലനശേഷി കുറയ്ക്കുന്നു. ഹിൻഡേഡ് അമീൻ ലൈഫ് സ്റ്റെബിലൈസറുകൾ HALS UV നശീകരണത്തിൽ നിന്ന് സിലിക്കോൺ റബ്ബർ പ്രൊഡക്റ്റുകളെ സംരക്ഷിക്കുന്നു. ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ അഥവാ FDA അംഗീകൃത പിഗ്മെന്റുകൾ സിലിക്കോൺ റബ്ബർ ബേസ്ഡ് ഉൽപ്പന്നങ്ങൾക്ക് തിളക്കമുള്ള നിറങ്ങൾ നൽകുന്നു. ഇനി മെഷീനറികൾ പരിശോധിക്കാം. സിലിക്കോൺ റബ്ബറിൽ നിന്ന് കിച്ചൺ വെയറുകൾ നിർമ്മിക്കുന്നതിന് മറ്റ് റബ്ബർ ഉൽപ്പന്നങ്ങളിലേതുപോലെ മിക്സിംഗ് മില്ലും ഹൈഡ്രോളിക് പ്രസ്സുമാണ് മുഖ്യമായും മെഷീനറികളായി ഉപയോഗിക്കുന്നത്. മിക്സിംഗ് മില്ലിന്റെ റോളറുകൾ ചിൽഡ് കാസ്റ്റേൺ കൊണ്ട് നിർമ്മിച്ചതും ക്രോമിയം പ്ലേറ്റ് ചെയ്ത് സ്റ്റീൽ പോലെ തിളങ്ങുന്നതും ആയിരിക്കണം. കൂടാതെ ഹൈഡ്രോളിക് പ്രസ്സിൽ ഉപയോഗിക്കുന്ന മോൾഡുകളും ക്രോമിയം പ്ലേറ്റ് ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ ഉള്ളത് തന്നെ ആയിരിക്കണം. കൂടാതെ മിക്സിംഗ് മില്ലുകളിൽ റെസിപ്പി അനുസരിച്ചുള്ള മാസ്റ്റർ ബാച്ച് രൂപത്തിൽ വേണം മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. മാസ്റ്റർ ബാച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ബേസ് പോളിമറിൽ ഫോർമുലേഷനിൽ പറയുന്ന ഇൻഗ്രീഡിയന്റുകളിൽ ചിലത് പ്രീ മിക്സ് ചെയ്തെടുക്കുന്ന കോമ്പൗണ്ടിനെയാണ് മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഫൈനൽ പ്രൊഡക്ഷൻ എളുപ്പത്തിലാക്കുന്നതിനും ഫാക്ടറി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയാണ്. ചുരുക്കത്തിൽ വളരെ ഹൈജീനിക് ആയിട്ടുള്ള സാഹചര്യത്തിൽ വേണം റബ്ബർ മിക്സിംഗ്, പ്രോഡക്റ്റ് മോൾഡിംഗ്, പ്രോഡക്റ്റ് ഇൻസ്പെക്ഷൻ, പ്രോഡക്റ്റ് പാക്കിംഗ് എന്നിവ നടത്തേണ്ടത്. ഇത്ര കൃത്യമായ കണ്ടീഷനുകൾ നിഷ്കർഷിക്കുന്നതിന് കാരണം കിച്ചൺ വെയറുകൾ ഫുഡ് ഗ്രേഡ് കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ്. FDA അഥവാ ഫുഡ്സ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതും ഉണ്ട്. അസംസ്കൃത വസ്തുക്കളും അഡിറ്റീവുകളും റോൾ മില്ലിൽ മിക്സ് ചെയ്യുന്നു. പൂർണ്ണമായ മിക്സിങ്ങിനായി ക്രോമിയം പ്ലേറ്റഡ് റോൾ ഉപയോഗിക്കുന്നു. റെസിപ്പി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ റെസിപ്പി അനുസരിച്ചുള്ള ഇൻഗ്രീഡിയന്റുകൾ മിക്സിംഗ് മില്ലിൽ മിക്സ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് ആദ്യത്തെ നടപടി. അസംസ്കൃത വസ്തുക്കളും അഡിറ്റീവുകളും റോൾ മില്ലിൽ മിക്സ് ചെയ്യുന്നു. പൂർണ്ണമായ മിക്സിങ്ങിനായി ക്രോമിയം പ്ലേറ്റഡ് റോൾസ് ഉപയോഗിക്കുന്നു. ഇത് തിളക്കമുള്ള സ്റ്റീൽ പോലെയാണ്. ക്രോമിയം പ്ലേറ്റിംഗ് ലോങ് ലാസ്റ്റിംഗും മികച്ച മിക്സിംഗ് പെർഫോമൻസും ഉറപ്പാക്കുന്നു. വീഡിയോയിൽ മിൽക്കി വൈറ്റ് സിലിക്കോൺ റബ്ബർ മാസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് കാണാം. തുടർന്ന് കളർ ആൻഡ് മാസ്റ്റർ ബാച്ചുകൾ, ക്യൂറിംഗ് ഏജന്റ്, പ്ലാസ്റ്റിസൈസറായ സിലിക്കോൺ ഓയിൽ, UV റെസിസ്റ്റന്റ് അഡിറ്റീവ്, ഫ്ലെയിം റിട്ടാർഡന്റ് കെമിക്കൽ എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുന്നു. പല പ്രാവശ്യം മിക്സിംഗ് മില്ലിൽ പാസ് ചെയ്ത യൂണിഫോമിറ്റിയുള്ള കളേർഡ് സിലിക്കോൺ കോമ്പൗണ്ട് തയ്യാറാക്കുന്നു. മില്ലിൽ മിക്സ് ചെയ്ത സിലിക്കോൺ സംയുക്തം ഷീറ്റുകളായി കട്ട് ചെയ്തെടുക്കുന്നു. തുടർന്ന് ഈ ഷീറ്റുകൾ മോൾഡിംഗ് പ്രക്രിയയ്ക്ക് തയ്യാറാക്കാൻ പ്രീ കണ്ടീഷൻ ചെയ്യുന്നു. വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധിക്കുക. അടുത്തതായി പ്രീ കണ്ടീഷൻ ചെയ്ത ഷീറ്റുകൾ ഹൈഡ്രോളിക് പ്രസ് മോൾഡിൽ ഫില്ല് ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പ്രസ് 200 ടൺ ശേഷിയുള്ളതും കാര്യക്ഷമമായ ഉൽപാദനത്തിനായി ഒന്നിലധികം ഡേലൈറ്റുകൾ ഉള്ളതുമാണ്. ആവശ്യമായ മർദ്ദം ഏകദേശം 250 kg/cm². മോൾഡിംഗ് താപനില 170 ഡിഗ്രി സെന്റിഗ്രേഡും
പ്രസ് ക്യൂറിംഗ് സമയം ഏകദേശം 10 മിനിറ്റും ആണ്. മോൾഡിങ്ങിന് ശേഷം ഉൽപ്പന്നം മോൾഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് കംപ്രസ്ഡ് എയർ ഒരു നോസിലൂടെ കടത്തിവിടുന്നത് വീഡിയോയിൽ കാണാം. മോൾഡിങ്ങിന് ശേഷം കിച്ചൺ വെയറുകൾ പോസ്റ്റ് ക്യൂറിങ്ങിന് വിധേയമാക്കുന്നു. ഈ ഘട്ടം 200 ഡിഗ്രി സെന്റിഗ്രേഡ് താപനിലയിൽ 2 മണിക്കൂർ ഉൽപ്പന്നങ്ങൾ ചൂടാക്കുന്നതും ശേഷിപ്പുള്ള രാസവസ്തുക്കളെ നീക്കം ചെയ്യുന്നതും അവയുടെ ഷെൽഫ് ലൈഫും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതുമാണ്. അവസാനമായി ഓരോ ഉൽപ്പന്നവും ഉയർന്ന നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കർശനമായ ഗുണനിലവാര നിയന്ത്രണ പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. ക്വാളിറ്റി അപ്രൂവലിന് ശേഷം കിച്ചൺ വെയറുകൾ ശ്രദ്ധാപൂർവം പാക്ക് ചെയ്യുകയും നമ്മുടെ അടുക്കളകളിലേക്ക് അയക്കാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. 100 കണക്കിന് സിലിക്കോൺ റബ്ബർ ബേസ്ഡ് കിച്ചൺ വെയറുകൾ നിർമ്മിക്കപ്പെടുന്നു. ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ അഥവാ FDA അംഗീകാരമുള്ള ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് വളരെ വൃത്തിയുള്ള ഫാക്ടറി സാഹചര്യങ്ങളിലായിരിക്കണം. കേരളത്തിൽ സിലിക്കോൺ റബ്ബർ അടിസ്ഥാനമാക്കി കിച്ചൺ വെയറുകൾ നിർമ്മിക്കുന്ന വ്യവസായ യൂണിറ്റുകൾ വിരളമാണ്. വളരെ സാധ്യതയുള്ള ഈ മേഖലയിലേക്ക് സംരംഭകർ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ചുരുക്കത്തിൽ സിലിക്കോൺ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പുതിയ സംരംഭകരെയും നിക്ഷേപകരെയും ബോധവൽക്കരിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഈ വിവരങ്ങൾ നമ്മുടെ നിക്ഷേപകർക്കും സംരംഭകർക്കും വിലപ്പെട്ടതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.